എന്ന് പറയുന്ന ഒരു തെമ്മാടി അല്ലാഹുവിന്റെ റസൂലിനെ എറിഞ്ഞു ബിൽ ഹിജാറ, കൂർത്ത ഒരു കല്ലെടുത്തിട്ട് അല്ലാഹുവിന്റെ ഹബീബിനെ എറിഞ്ഞപ്പോഴോ ഫകസറ റബായിയതുഹു, അവിടുത്തെ വലത്തെ താഴെ മുൻപല്ല് പൊട്ടിപ്പോയി. പല്ല് പൊട്ടീനു മാത്രമല്ല വജറഹ ശഫതുഹു, അവിടുത്തെ കീഴ്ചുണ്ട് മുറിഞ്ഞിട്ട് രക്തം ധാരധാരയായി ഒഴുകി. സഹാബത്തിന് കണ്ടു നിൽക്കാനായില്ല. കേൾക്കുമ്പോ തന്നെ നമുക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്നാ സഹാബത്തിന് അത് കണ്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. അവിടുത്തെ പരിശുദ്ധമായ കവളിലൂടെ അവിടുത്തെ ശരീരത്തിലേക്ക് രക്തമിങ്ങനെ ഒലിച്ചിറങ്ങുന്നത് കണ്ടപ്പോ കണ്ടു നിന്ന് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് മാലിക് ബിനു സിനാൻ അദ്ദമ അൻ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മാലിക് ബിനു സിനാൻ എന്ന ഒരു സ്വഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ട് ചേർത്ത് വെച്ച് ആ രക്തം വലിച്ചിങ്ങെടുത്തു. മഹബത്തിന്റെ ഉദാഹരണം ഞാൻ പറയുന്നത്. അവിടുത്തെ ചുണ്ടിലേക്ക് തന്റെ ചുണ്ട് വെച്ച് ആ രക്തം വലിച്ചിങ്ങെടുത്തു. രക്തം വലിച്ചെടുത്ത് ആ രക്തം വായിലായപ്പോ മഹാനായ മാലിക് ബിനു സിനാൻ തങ്ങൾക്ക് അത് നിലത്തേക്ക് തുപ്പാൻ ധൈര്യം വന്നില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ രക്തം നിലത്ത് തുപ്പ്, അത് നിലത്ത് ജനങ്ങൾ ചവിട്ടുകയോ? ഞാനൊരു മോശക്കാരനായി പോകൂലേ? എന്ത് ചെയ്യണോന്നറിയില്ല. അവിടുത്തെ രക്തം വായിലങ്ങ് കയറിയപ്പോ മഹാനവർകൾ ഒന്നും നോക്കിയില്ല. സുമ്മസ്ദറദഹു, ധൃതിയിൽ മഹാനവർകൾ അതങ്ങ് കുടിച്ചു കളഞ്ഞു. നിഷേധിക്കാൻ കഴിയോ? ലോകത്താർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ ഈ സംഭവം? ധൃതിയിൽ ആ രക്തമങ്ങ് കുടിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, അശ്ശരിബുത്താ, മോനെ നീ അതങ്ങ് കുടിച്ചോ? നീ കുടിച്ചോ മോനെ? ബലാ യാ റസൂലല്ലാഹ്, ഞാൻ കുടിച്ചു നബിയേ. എനിക്കത് നിലത്തേക്ക് തുപ്പാൻ എന്റെ മനസ്സെന്നെ അനുവദിച്ചില്ല. എന്ത് ചെയ്യാൻ കഴിയും? എന്താ അവിടെ നിന്ന് പറഞ്ഞത്? ഇമാം തബറാനി ഉദ്ധരിക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഖാലത ദമീ ബിദമിഹി, എന്റെ രക്തം ആരുടെ രക്തത്തോടാണോ, ആരുടെ ശരീരത്തോടാണോ ചേർന്നത്, ലാ തമസ്സഹുന്നാർ, അവന്റെ ശരീരം നരകം തൊടൂല. അത് കേട്ടിട്ട് ആവേശഭരിതനായി അന്നത്തെ ദിവസം തന്നെ ഉഹദിലിറങ്ങി അവിടെ ഷഹീദായി പോയ സഹാബിയാണ് മഹാനായ മാലിക് ബിനു സിനാൻ.